ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പൊ നമ്മുടെ HSA മാത്തമാറ്റിക്സിന്റെ മറ്റൊരു മൊഡ്യൂളിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് സിലബസിലുള്ള 4ാമത്തെ മൊഡ്യൂളാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത്. 4ാമത്തെ മൊഡ്യൂളിന്റെ സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഏകദേശം ഡിഗ്രി ഓറിയന്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾ വരുന്ന ഒരു ഏരിയയാണ് 4th മൊഡ്യൂൾ എന്ന് പറയുന്നത്. 4th മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് 3 ടോപ്പിക്കുകളാണ്. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബൗണ്ടഡ് സെറ്റും അതിന്റെ സുപ്രീമം, ഇൻഫിമം അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെയാണ്. രണ്ടാമത് പറയാനായിട്ടുള്ള കാര്യം സീക്വൻസ് ആൻഡ് സീരീസ്, അതിന്റെ കൺവേർജൻസും ഡൈവേർജൻസും കാര്യങ്ങളൊക്കെ. മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ആദ്യം ഡീൽ ചെയ്യുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്. കോംപ്ലക്സ് നമ്പേഴ്സ് നിങ്ങൾ +1 ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങുന്നതാണ്. +1 ക്ലാസ്സിൽ നിങ്ങൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. പിന്നീട് ഡിഗ്രി ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലൊക്കെ ആയിട്ട് നിങ്ങൾ കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു പേപ്പറും പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് +1 ക്ലാസ്സിലെ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് വേണം ഡിഗ്രി ക്ലാസ്സുകളിലുള്ള കോംപ്ലക്സ് അനാലിസിസിന്റെ ആദ്യ ഭാഗത്തിലുള്ള കുറച്ച് കാര്യങ്ങളും ആവശ്യമായിട്ടുണ്ട്. അതാണ് നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് നോക്കാം. കോംപ്ലക്സ് നമ്പേഴ്സിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ആശയം, മോഡുലസ്, കോൺജുഗേറ്റ്, പോളാർ ഫോം, nth റൂട്ട്, ഇതൊക്കെ നമ്മൾ +1 പഠിച്ച കാര്യങ്ങളാണ്. ഡിഗ്രി ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ ഫങ്ഷൻസ് ഓഫ് കോംപ്ലക്സ് വേരിയബിൾ ആണ്. അതിൽ പെടുന്നത് എലമെന്ററി ഫങ്ഷൻസ്, അനലിറ്റിക് ഫങ്ഷൻസ്, പിന്നെ 2 സീരീസുകളുണ്ട്, ടൈലർ സീരീസും ലോറൻസ് സീരീസും. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യണം, ഡീൽ ചെയ്യണം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഈ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ടേം അല്ല നിങ്ങൾ HSA മാത്തമാറ്റിക്സിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. നിങ്ങൾക്കറിയാം മലയാളം ടേമുകളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടുവരിക. പക്ഷെ കഴിഞ്ഞ HSAക്കൊക്കെ ടെക്നിക്കൽ ടേമുകൾ കംപ്ലീറ്റ് ആയിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെയാണ്, പക്ഷെ എഴുതുന്നത് മലയാളത്തിലാണെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും നമുക്ക് മലയാളം ടേമുകളൊക്കെ ഒന്ന് കണ്ടുപോകാം. ചില ടേമുകളൊക്കെ, മലയാളം ടേമുകളൊക്കെ കാണുമ്പോൾ തന്നെ അതിന്റെ മാത്തമാറ്റിക്കൽ മീനിങ് എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. പക്ഷെ ചിലത് അത്ര പെട്ടെന്ന് മനസ്സിലാകില്ല. കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മലയാളം അത്തരത്തിൽപ്പെട്ട ഒന്നാണ്. കോംപ്ലക്സ് നമ്പേഴ്സിന് മലയാളത്തിൽ പറയാ സമ്മിശ്ര സംഖ്യകൾ എന്നാ പറയാ. ആ പേര് നോർത്തു നോക്കുക, നമ്മൾ വീണ്ടും വീണ്ടും പറയും. അപ്പൊ തുടർന്ന് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ട ബുക്കുകൾ എന്ന് പറയുന്നത് +1 കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സമ്മിശ്ര സംഖ്യകളും രണ്ടാം കൃതി സമവാക്യങ്ങളും. അപ്പൊ നമ്മുടെ +1 മാത്തമാറ്റിക്സിന്റെ ടെക്സ്റ്റിന്റെ മലയാളം വേർഷന് സൈറ്റിൽ അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് നിങ്ങൾ സമ്മിശ്ര സംഖ്യകളും രണ്ടാം കൃതി സമവാക്യങ്ങളും എന്ന് പറയുന്ന പാഠമാണ് നിങ്ങൾ ആദ്യം റെഫർ ചെയ്യേണ്ടത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആൻഡ് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. രണ്ടാമതായിട്ട് ഡിഗ്രി ലെവലിൽ നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്, നിലവിൽ ഇപ്പോൾ ഡിഗ്രി ലെവലുകളിലൊക്കെ കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന പേപ്പർ പഠിക്കുന്നത് ഫസ്റ്റ് കോഴ്സ് ഇൻ കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന ഡെന്നിസ് ജി സില്ലിന്റെ ടെക്സ്റ്റ് ബുക്കിലൂടെയാണ്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ആദ്യത്തെ 2-3 മൊഡ്യൂളുകളിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഒരു സെക്ഷന് വേണ്ടി റെഫർ ചെയ്യേണ്ടത് ഈ 2 കാര്യങ്ങളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. ഇനി നമ്മൾ കോംപ്ലക്സ് നമ്പറിലേക്ക് കടക്കാം. കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മലയാളം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഓർമ്മയിലേക്ക് വേണം. കോംപ്ലക്സ് നമ്പറിന്റെ മലയാളം വരുന്നത് സമ്മിശ്ര സംഖ്യകൾ എന്നാണ്. സമ്മിശ്ര സംഖ്യകൾ. ഈ പേര് മാത്രമല്ല കേൾക്കുക, അതും കൂടെ ഓർത്തു നോക്കുക. പക്ഷെ കഴിഞ്ഞ HSA മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കോംപ്ലക്സ് നമ്പേഴ്സിന് സമ്മിശ്ര സംഖ്യകൾ എന്ന് പറയുന്ന പേര് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാലും ഓർക്കുക, ചില സമയത്ത് ഇതിന് സങ്കീർണ സംഖ്യകൾ എന്ന് പറയുന്ന പേരും കൂടെ കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന ആള് അതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള തർജ്ജമയാണ് ചെയ്യുന്നതെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേഷൻ വരിക സങ്കീർണ സംഖ്യകൾ എന്നാണ്. അപ്പൊ ആ പേരൊന്ന് ഓർത്തു വെക്കുക. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആര് തന്നെയാണ് സമ്മിശ്ര സംഖ്യകൾ അല്ലെങ്കിൽ മിശ്ര സംഖ്യകൾ എന്നും പറയും. അപ്പൊ ആ പേരൊന്ന് മൈൻഡിൽ വെക്കുക. ഇനി എന്താണ് കോംപ്ലക്സ് നമ്പർ, എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടായതെന്ന് നോക്കാം. നമുക്കറിയാം x² + 1 = 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാ അല്ലെങ്കിൽ ഒരു രണ്ടാം കൃതി സമവാക്യം.
ഈ രണ്ടാം കൃതി സമവാക്യത്തിന്റെ പരിഹാരം അല്ലെങ്കിൽ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താ? എക്സിന് ഏത് നമ്പർ ഇട്ട് കൊടുത്താലാണ് 0 കിട്ടുക? അതാണ് ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ രണ്ടാം കൃതി സമവാക്യത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത്. എങ്ങനെയത് കണ്ടെത്തുക? ദാറ്റ് ഈസ് x² = +1 അങ്ങോട്ട് പോകുമ്പോൾ -1. അതായത് ഏതോ ഒരു സംഖ്യയുടെ സ്ക്വയർ എടുത്തപ്പോൾ -1 കിട്ടി. ഏതാണ് ആ സംഖ്യ? ഏത് സംഖ്യയുടെ സ്ക്വയർ എടുത്താലാ -1 കിട്ടുക? പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഒരു റിയൽ നമ്പറിന്റെയും സ്ക്വയറുകൾ നെഗറ്റീവ് നമ്പർ ആവില്ല. റിയൽ നമ്പറിന്റെ മലയാളം പേരും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്ക. റിയൽ നമ്പറിന് മലയാളത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പേരെന്ന് പറയുന്നത് രേഖീയ സംഖ്യകൾ എന്നാണ് വിളിക്കുക. രേഖീയ സംഖ്യകൾ. റിയൽ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേര് രേഖീയ സംഖ്യകൾ എന്നാണ് വിളിക്കുക. അപ്പോ ഒരു രേഖീയ സംഖ്യയുടെയും വർഗം ന്യൂന്യ സംഖ്യകളാവില്ല. ഒരു റിയൽ നമ്പറിന്റെയും സ്ക്വയർ നെഗറ്റീവ് നമ്പർ ആവില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാം കൃതി സമവാക്യത്തിന് ഒരിക്കലും നമുക്ക് രേഖീയ സംഖ്യകളിൽ പരിഹാരം കാണാൻ പറ്റില്ല. റിയൽ നമ്പേഴ്സിൽ ഇതിനൊരു സൊല്യൂഷൻ ഇല്ല. കാരണം ഒരു റിയൽ നമ്പറിന്റെയും സ്ക്വയർ നെഗറ്റീവ് ആവില്ല, ഒരു രേഖീയ സംഖ്യയുടെയും വർഗം ന്യൂന്യമാവില്ല. അപ്പൊ നമ്മൾ ആലോചിക്കും, രേഖീയ സംഖ്യ അല്ലാത്ത മറ്റൊരു സംഖ്യയാണ് ഇതിന്റെ പരിഹാരമായിട്ട് വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനു വേണ്ടിയിട്ട് പുതിയൊരു സംഖ്യാ സിസ്റ്റം കൊണ്ടുവരുന്നു. ആ സംഖ്യാ സിസ്റ്റമാണ് സമ്മിശ്ര സംഖ്യകൾ അഥവാ കോംപ്ലക്സ് നമ്പേഴ്സ് എന്നറിയപ്പെടുന്നത്. റെഡിയാണെന്ന് വിചാരിക്കുന്നു. എങ്ങനെയത് കാണുക? x² = -1. Therefore x = ± √-1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് x = ±√-1 ഒരിക്കലും ഒരു നെഗറ്റീവ് റിയൽ നമ്പറിന് വർഗമൂലം സ്ക്വയർ റൂട്ട് ഇല്ല. ഒരു ന്യൂന്യമായിട്ടുള്ള രേഖീയ സംഖ്യക്ക് വർഗമൂലം ഇല്ല. അതുകൊണ്ട് തന്നെ √-1 റിയൽ ആൻസർ ഇല്ല, രേഖീയ സംഖ്യകളുടെ ആൻസർ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയൊരു സിസ്റ്റം യൂസ് ചെയ്യും. എല്ലാ സിസ്റ്റത്തിലും ഒരു യൂണിറ്റ് നമ്പർ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ സിസ്റ്റം 1, 2, 3 എന്ന് പറയുന്ന എന്തോ അറബ് നമ്പർ സിസ്റ്റം. അതിലെ യൂണിറ്റ് നമ്പർ എന്ന് പറയുന്നത് 1. അതുപോലെ തന്നെ കോംപ്ലക്സ് നമ്പറിലെ യൂണിറ്റ് നമ്പർ എന്ന് പറയുന്നത് √-1. √-1 നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ ആണെന്ന് പറയുന്നത് i എന്ന് പറയുന്ന നൊട്ടേഷൻ കൊടുക്കും. Therefore x = ±i എന്ന് പറയുന്ന നമ്പറുകളാണ് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ അല്ലെങ്കിൽ രണ്ടാം കൃതി സമവാക്യത്തിന്റെ പരിഹാരം സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. ഇവിടെ മുതലാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ആശയം വരുന്നത്. അപ്പൊ ഈ ഐന്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് z = x + iy എന്ന് പറയുന്ന രൂപത്തിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ സമ്മിശ്ര സംഖ്യകൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് വിളിക്കുക. അതിനൊരു പ്രത്യേകതയുണ്ട്. എക്സും വൈയും എന്ത് സംഖ്യകളായിരിക്കണം? രേഖീയ സംഖ്യകളായിരിക്കണം. ഓക്കെ. അപ്പൊ എക്സും വൈയും രേഖീയ സംഖ്യ റിയൽ നമ്പർ ആയിട്ട് x + iy എന്ന് പറയുന്ന രൂപത്തിൽ എഴുതാൻ പറ്റുന്ന നമ്പറിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പറുകൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സമ്മിശ്ര സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ തുടങ്ങാം. നമ്മുടെ HSA മാത്തമാറ്റിക്സിന് ഈ പോർഷനിൽ നിന്ന് വരുന്ന ആദ്യത്തെ ചോദ്യം പവേഴ്സ് ഓഫ് ഐയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. നമ്മൾ എല്ലാ ടോപ്പിക്കും കൂടെ പറഞ്ഞിട്ട് അവസാനം അതിന്റെ ചോദ്യം ചെയ്യല്ല ചെയ്യാം. ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ പ്രോബ്ലങ്ങൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെ പോവാണ് ചെയ്യുക. അപ്പൊ നോക്കുക, ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത്, നമുക്ക് ഫസ്റ്റ് വരുന്ന ചോദ്യം ഐയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാ, അല്ലെങ്കിൽ ഐന്റെ പവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാ. പവേഴ്സ് ഓഫ് ഐ, അതിന്റെ മലയാളം വരുന്നത് ഐന്റെ കൃത്യംഗം എന്നാണ് കേട്ടോ. മലയാളം വരുന്നത് ഐന്റെ കൃത്യംഗം. ഓക്കെ. അപ്പൊ പവറിന്റെ മലയാളം മീനിങ് കൃത്യംഗം എന്നാണ്. പക്ഷെ ഒരു കാര്യം കൂടെ ഓർക്കുക, കൃത്യംഗം എന്ന് പറഞ്ഞാൽ പവർ എന്ന് പറയുന്ന സെൻസിൽ യൂസ് ചെയ്യാറുണ്ട്. ചില സമയത്ത് ഡിഗ്രിക്കും മലയാളത്തിൽ എന്ത് പറയാറുണ്ട്? കൃത്യംഗം എന്ന് പറയാറുണ്ട്. പവറിനും ഡിഗ്രിക്കും കൃത്യംഗം എന്ന് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം ഓർത്തു. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് പവേഴ്സ് ഓഫ് ഐന്റെ കൃത്യംഗവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നോക്കാം, എന്താ ഐന്റെ കൃത്യംഗത്തിന്റെ പ്രത്യേകതകൾ? i⁻1 അത് ഐ തന്നെ. i² എന്ന് പറഞ്ഞാൽ i × i. i × i എന്ന് പറഞ്ഞാൽ √-1 × √-1 ദാറ്റ്സ് ഈക്വൽ ടു -1. അപ്പൊ i² -1. ഇനി i³ എന്താ കിട്ടുക? i³ എന്ന് പറഞ്ഞാൽ i² × i. i² എന്ന് പറഞ്ഞാൽ -1. Therefore ആൻസർ -i എന്ന് കിട്ടും. i⁻4 എന്താ? i² × i². i² -1 -1 × -1 1 ആ കിട്ടുക. i⁻5 എന്ന് പറയുന്നത് i⁻4 × i. i⁻4 1. Therefore 1 × i.
ഐ റേസ് ടു 6 എന്ന് പറയുന്നത് ഐ റേസ് ടു 5 ഇൻറ്റു ഐ, ഐ റേസ് ടു 5 ഐ ഇൻറ്റു ഐ സ്ക്വയർ മൈനസ് 1. ഐ റേസ് ടു 7 എന്ന് പറയുന്നത് ഐ റേസ് ടു 6 ഇൻറ്റു ഐ റേസ് ടു 6 മൈനസ് 1, therefore ആൻസർ ഈസ് മൈനസ് ഐ. ഐ റേസ് ടു 8 എന്ന് പറയുന്നത് ഐ റേസ് ടു 7 ഇൻറ്റു ഐ ആണ്, ദാറ്റ് ഈസ് ഐ റേസ് ടു 7 എന്ന് പറഞ്ഞാൽ മൈനസ് ഐ, മൈനസ് ഐ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ സ്ക്വയർ എന്ന് കിട്ടും, ദാറ്റ് ഈസ് മൈനസ് മൈനസ് 1 എത്രയാ 1 എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ നോക്കിയാൽ നമുക്ക് ഒരു കോമൺ ആയിട്ടുള്ള പ്രത്യേകത, ഐന്റെ പവർ 4ന്റെ മൾട്ടിപ്പിൾ ആവുകയാണെങ്കിൽ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുന്നത്? 1 കിട്ടുന്നത്. ഐന്റെ പവർ 4ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ ആൻസർ ഐ വരുന്നത്. ഐന്റെ പവർ 4ന്റെ മൾട്ടിപ്പിളിനോട് 2 ആഡ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ ആൻസർ വരെ മൈനസ് 1. അതായത് നമുക്കത് ജനറൽ ആയിട്ട് ഇങ്ങനെ എഴുതാം. ഐന്റെ പവറിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റാവുന്ന കാര്യം ഇങ്ങനെ എഴുതാൻ ജനറൽ ആയിട്ട്. അതിൽ n എന്ന് പറയുന്നത് 4n, 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഐന്റെ പവർ കിട്ടുക 1. n ഈക്വൽ ടു 4ന്റെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടുന്ന രീതിയിലാണ് ഐന്റെ പവർ കൃത്യം വരുന്നതെങ്കിൽ ആൻസർ വരുന്നത് എത്രയാ? ഐ തന്നെയാണ്. ആൻസർ വരുന്നത് എത്രയാ? ഐ. n ഈക്വൽ ടു 4ന്റെ മൾട്ടിപ്പിളിനോട് 2 ആഡ് ചെയ്യുന്ന രീതിയിലാണ് ഐന്റെ പവർ കൃത്യം വരുന്നതെങ്കിൽ ആൻസർ വരിക മൈനസ് 1. n ഈക്വൽ ടു 4n പ്ലസ് 3, അതായത് 4ന്റെ മൾട്ടിപ്പിളിനോട് 3 ആഡ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ ആൻസർ വരിക മൈനസ് ഐ. ഇതാണ് ഐന്റെ പവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഐ റേസ് ടു n പ്രത്യേകത ഓർത്തു വെക്കുക. ഐന്റെ പവർ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആൻസർ 1, 4ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുന്നതാണെങ്കിൽ ആൻസർ ഐ, 4n പ്ലസ് 2 ആണെങ്കിൽ മൈനസ് 1, 4ന്റെ മൾട്ടിപ്പിളിനോട് 3 ആഡ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ ഐന്റെ ആൻസർ എത്രയാ? മൈനസ് ഐ. നോട്ടായിട്ട് ഒരു 2 കാര്യം കൂടെ നിങ്ങളുടെ മൈൻഡിലേക്ക് എത്തണം. അതിൽ ഒന്നാമത്തെ കാര്യം 1/i എന്ന് പറഞ്ഞാൽ എന്താ? 1/i എന്ന് പറഞ്ഞാൽ ശരിക്ക് മൈനസ് ഐ ആണ് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തണം. 1/i മൈനസ് ഐ. എന്താ അതിനുള്ള റീസൺ? എന്താ? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? അതിനുള്ള റീസൺ എന്താ? 1/i എങ്ങനെ കണ്ടെത്തുക? ഞാൻ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ മുകളിലും താഴെയും ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഐയും ക്യാൻസൽ ചെയ്താൽ 1/i തന്നെ. അപ്പൊ മുകളിൽ ഐ എന്ന് കിട്ടും, താഴെ ഐ ഇൻറ്റു ഐ സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടും. ഐ ബൈ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ആരാ? മൈനസ് ഐ. അപ്പൊ 1/i എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ആണെന്നുള്ള കാര്യം ഓർക്കുക. രണ്ടാമതായിട്ട് 1/i മൈനസ് ഐ അപ്പൊ എന്തായിരിക്കും? 1/i മൈനസ് ഐ ഈക്വൽ ടു ഐ ആയിരിക്കും. ഈ ഒരു റിസൾട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. ഇത്രയാണ് ഐന്റെ കൃത്യംഗം പവറുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ടിട്ട് പറയാൻ പറ്റുന്ന കാര്യം. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലേക്കാണ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സമ്മിശ്ര സംഖ്യ ഐ എടുത്താൽ ഐ റേസ് ടു മൈനസ് 999 വില എത്ര? ഓപ്ഷൻ എ ഐ ഉണ്ട്, ബി മൈനസ് ഐ ഉണ്ട്, സി 1 ഉണ്ട്, ഡി മൈനസ് 1 ഉണ്ട്. എങ്ങനെയാ നമ്മൾ കാണുക? ഐ റേസ് ടു മൈനസ് 999 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സംഖ്യയുടെ കൃതി പവർ നെഗറ്റീവ് നമ്പർ വരികയാണെങ്കിൽ അതിനെ ഡിനോമിനേറ്റർ ഛേദത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് പോസിറ്റീവ് ആകും. അപ്പൊ ഐ റേസ് ടു മൈനസ് 999 നമുക്ക് എങ്ങനെ എഴുതാം? 1/i റേസ് ടു 999 എന്ന് എഴുതി കൊടുക്കാം. ദാറ്റ് ഈസ് 1/i റേസ് ടു 999 വാല്യൂ എത്രയാന്നുള്ള കാര്യം കണ്ടെത്തണം. എത്രയാ ഐ റേസ് ടു 999 വാല്യൂ? അപ്പൊ അത് നോക്കേണ്ടത് ഐ റേസ് ടു 999 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണോ, 4ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുന്ന രീതിയിലാണോ, 4ന്റെ മൾട്ടിപ്പിളിനോട് 2 ആഡ് ചെയ്യുന്ന രീതിയിലാണോ എന്നുള്ള കാര്യമൊക്കെ കണ്ടെത്തണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് 999 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാ. 999 ഡിവൈഡഡ് ബൈ 4 എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? 999 9 24 ആണ്. 24 ഈക്വൽ ടു 8, റിമൈൻഡർ 1 ആണ്. 19 എത്ര 4 വരുന്നത്? 4 4 ആണ്. 4 4 എത്രയാ? 16, റിമൈൻഡർ 3 ആണ്. 39 വരുന്നത് എത്രയാ? 9 അല്ലേ? 9 into 4 36 ആണ്. 39 മൈനസ് 36 എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 999 എന്തായാലും 4ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ പിന്നെന്താ സംഭവം? 4ന്റെ മൾട്ടിപ്പിളിനോട് എത്ര ആഡ് ചെയ്താലാണ് 999 കിട്ടുക? 3 ആഡ് ചെയ്താലാ. ഈ ശരിക്കും 4ന്റെ മൾട്ടിപ്പിളിനോട് ഇത്ര ആഡ് ചെയ്യാന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിമൈൻഡർ ആണ്. 999 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 ആണ് കിട്ടുന്നെങ്കിൽ അതിന്റെ അർത്ഥം 999 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അല്ലെങ്കിൽ 999 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിളിനോട് 3 ആഡ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പൊ 4ന്റെ മൾട്ടിപ്പിളിനോട് 3 ആഡ് ചെയ്യുന്ന രീതിയിലാണ് 999 വരുന്നത്. 1/i റേസ് ടു 4n പ്ലസ് 3. That is 1/4n
ഫോറിന് മൾട്ടിപ്പിളിനോട് 3 ആഡ് ചെയ്യുന്ന രീതിയിൽ ഐന്റെ പവർ വന്നാൽ ആൻസർ എത്രയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൈനസ് ഐ അല്ലെങ്കിൽ ഐ ക്യൂബിന്റെ ആലോചിച്ചാൽ മതി. 1 / മൈനസ് ഐ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നേരത്തെ കണ്ടു. 1 / മൈനസ് ഐ എന്ന് പറഞ്ഞാൽ ഐ ആണ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ പല ചോദ്യങ്ങൾ വരാം. അപ്പോ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു നമ്പർ തന്നാൽ അത് നിങ്ങൾ കഷ്ടപ്പെട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണമെന്നില്ല. ഈ 999 എന്ന് പറയുന്നത് 4ന് മൾട്ടിപ്പിൾ ആണ് നോക്കാൻ. 4ന് മൾട്ടിപ്പിൾ ഒരു പ്രത്യേകതയുണ്ട്. ഒരു സാധനം 4ന് മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റുകൾ 4ന് മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ 999 4ന് മൾട്ടിപ്പിൾ ആണ് നോക്കാൻ അതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റുകൾ 4ന് മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി. 99 4ന് മൾട്ടിപ്പിൾ ആണോ? അല്ല. 99നോട് തൊട്ടടുത്ത 4ന്റെ മൾട്ടിപ്പിൾ 96. അപ്പൊ 96നോട് 3 ആഡ് ചെയ്താലാ 99 കിട്ടുക. അപ്പൊ ഈ 999 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിളിനോട് 3 ആഡ് ചെയ്യുന്ന രീതിയിലാണ് വരിക. മറ്റൊരു എക്സാമ്പിൾ പറയുമ്പോൾ എനിക്ക് കാര്യം എത്തിക്കോളൂ. നോക്കാം. സമ്മിശ്ര സംഖ്യ ഐ എടുത്താൽ i⁻2025ന്റെ വില എത്ര? i⁻2025ന്റെ വില കണ്ടെത്താൻ ഞാൻ പറയുന്നത് 2025 4ന്റെ മൾട്ടിപ്പിളിനോട് എത്ര ആഡ് ചെയ്താൽ കിട്ടുന്നതാണെന്ന് കണ്ടെത്തിയാൽ മതി. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കുക. 2025 4ന്റെ മൾട്ടിപ്പിൾ ആണോ? നമ്മൾ ട്രിക്ക് ഉപയോഗിക്കുക. എല്ലാം നോക്കണ്ട, ലാസ്റ്റത്തെ 2 ഡിജിറ്റ് 4ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി. 25 4ന്റെ മൾട്ടിപ്പിൾ അല്ല. 25ന് അടുത്തുള്ള 4ന്റെ മൾട്ടിപ്പിൾ 24 ആണ്. 24നോട് 1 ആഡ് ചെയ്താൽ 25 കിട്ടുക. അതായത് i⁻2025 എന്ന് പറഞ്ഞാൽ ഐന്റെ മുകളിൽ 4ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. 4ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുന്ന രീതിയിൽ പവർ കൃത്യം വന്നാൽ ആൻസർ എത്രയാ വരുന്നത്? ഐ വരുന്നത്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഞാൻ ചോദ്യം ചോദിക്കാം. i⁻1 2 3 4 7 9 3 2 ഇതിന്റെ ആൻസർ എത്രയാ? ഐന്റെ പവർ. ഇത് കംപ്ലീറ്റ് ആയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണോ? വേണ്ട. ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കുക. 32 4ന്റെ മൾട്ടിപ്പിൾ ആണോ? 32 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ലേ? 32 4ന്റെ മൾട്ടിപ്പിൾ ആണ്. യെസ്, 32 4ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇത് കറക്റ്റ് ആയിട്ട് 4ന്റെ മൾട്ടിപ്പിൾ ആ. 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ഐന്റെ പവർ കൃത്യം 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആൻസർ വരുന്നത് എത്രയാ? 1 എന്നാണ്. അപ്പൊ i⁻4n = 1 എന്ന് കിട്ടി. അപ്പൊ അതാണ് ആൻസർ വരിക. i⁻37543 എത്ര ആൻസർ വരിക? പെട്ടെന്ന് പറയും. 4ന്റെ മൾട്ടിപ്പിൾ ആണ് നോക്കാൻ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കിയാൽ മതി. 43 എന്ന് പറയുന്ന 4ന്റെ മൾട്ടിപ്പിൾ അല്ല, അതിന്റെ അടുത്ത് വരുന്ന 4ന്റെ മൾട്ടിപ്പിൾ 40 ആ. 40യോട് 3 ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുക? 43 കിട്ടുക. അപ്പൊ ഇതെന്ന് പറയുന്നത് ഐന്റെ പവർ കൃത്യം 4ന്റെ മൾട്ടിപ്പിളിനോട് 3 ആഡ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. ആൻസർ ഈസ് -i. അപ്പൊ ഇങ്ങനെ വേണം ഐന്റെ പവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം ചെയ്യാൻ. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. i⁻5ന്റെ വില എത്രയാണ്? പ്രീവിയസ് ഇയറിൽ HSന്റെ മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിർത്തി ചോദ്യം. i⁻5ന്റെ വില. i⁻5ന്റെ വില അറിയണമെങ്കിൽ 5 4ന്റെ മൾട്ടിപ്പിളിനോട് എന്ത് ആഡ് ചെയ്യുന്നതാ? 4ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുമ്പോഴാണ് 5 കിട്ടുക. ഓക്കെ, അപ്പോ i⁻4ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്യുന്നത് പവർ കൃത്യമായിട്ട് വന്നാൽ ആൻസർ എത്രയാ? ഐ ആണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട്.